ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Hi, hello, നമസ്കാരം and welcome to Red Carpet with RJ ഏലിക്കുട്ടി. ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് കേട്ടോ. Someone who made a solid impression with his very first performance in നൊണ മൂവി. എൻ്റെ കൂടെയുള്ളത് ഗോഡ്വിൻ ജേക്കബ് ഉതുപ്പാണ്. ഗോഡ്വിൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ആൻഡ് നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് വിശേഷം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വിശേഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ക്രിപ്റ്റിംഗ് ചെയ്യാനുണ്ടായിരുന്നു, 2 ഷോർട്ട് ഫിലിം, ആഡ്സ്, പിന്നെ ഈ ഓഗസ്റ്റിൽ ഒരു ഫിലിം വരാനുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിസി ലൈഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നൊണ എന്ന് പറയുന്ന മൂവി ഗോഡ്വിന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു മൂവി വന്നിട്ടുണ്ടായിരുന്നത്? ആൻഡ് ആക്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡ്രീം ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ആക്ച്വലി ആക്ടിംഗ് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടുള്ള ഒരു ഡ്രീമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ക്ലീഷേ ഡയലോഗാണ്. പണ്ട് നമ്മൾ ഈ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും കാണുമ്പോൾ സുരേഷ് ഗോപി ആയിരുന്നു അന്നേരത്തെ എന്റെ മെയിൻ അട്രാക്ഷൻ. ഒരു സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ കുറെ കാലം കഴിഞ്ഞ് കാസ്റ്റിംഗ്, ഓഡീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നൊണ എന്ന് പറയുന്ന ഫിലിം എന്റെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്റെ ഫാദർ വഴിയാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്തായിട്ട് ഇപ്പൊ ചാടിപ്പറ്റിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൂവി സെറ്റിൽ ഉണ്ടായിരുന്ന ആ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്ന് പറയാമോ? മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ദ്രൻ ചേട്ടനായിട്ട് ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആദ്യത്തെ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ ചേട്ടൻ കയറി വരുന്നു. ഏട്ടൻ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സ്റ്റിഫ് ആയിട്ടുണ്ട്. നമ്മൾ അന്നേരമാണ് അപ് ക്ലോസ് ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വെൽ നോൺ ആക്ടർ ഫ്രണ്ടിൽ വരുന്നത്. അപ്പൊ അന്നേരം വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു നെർവസ്നെസ് ഉണ്ടാവില്ല. ആ നെർവസ്നെസ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളി വന്നിട്ട് ഒരു തട്ടൊക്കെ തട്ടിയിട്ട് പോട്ടെ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു ഡയലോഗ് കേട്ട് ഇങ്ങനെ പോയേ. അതായിരുന്നു ഫസ്റ്റ് മെമ്മറബിൾ സിറ്റുവേഷൻ. പിന്നെ പുള്ളിനെ ഒക്കെ കുറെ കഥകളൊക്കെ ഇട്ടു. ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഗോഡ്വിൻ? സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഉണ്ടായിരുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറോലെസ് ഒരു ത്രില്ലർ ടൈപ്പ് ജോൺറ ആയിരുന്നു. അപ്പോ അതിന്റെ ഒരു ഭീകരതയും കാര്യങ്ങളും, പ്രത്യേകിച്ച് രാജേശ്വരുള്ളതാണ് ഞങ്ങളുടെ ഡയറക്ടർ. പുള്ളിയാണ് എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നത്. അപ്പോ അത് പറഞ്ഞു തരുന്നതിന്റെ ഒരു കഥയുടെ ഒരു നറേഷൻ കാരണം നല്ലൊരു വൈബിൽ ഇങ്ങനെ പോയി. വളരെ ടെൻസ്ഡ് ആയിരുന്നു, വളരെ കോമിക്കലായിരുന്നു. കുറെ ഒരു ഇമോഷൻസ് ഓഫ് സെറ്റിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. മെന്റലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേട്ട സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് ഇൻസ്റ്റന്റ്ലി ദിസ് ഈസ് ദ വൺ, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മോർ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ റിച്ചു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു മൂവിയിൽ ചെയ്തിരിക്കുന്നത് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു 12th സ്റ്റാൻഡേർഡ് കുട്ടിയാണ്. അപ്പൊ ഞാൻ ആ സമയം ഓൾറെഡി കോളേജ് പാസ് ഔട്ടായി. ഒരു വർഷം ജോലി സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പൊ തിരിച്ച് ഈ ഒരു ക്യാരക്ടറിലേക്ക് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് വൈസ് കുഴപ്പമില്ല. കാരണം കുട്ടിപ്പം ചൈൽഡിഷ്നെസ്സും നമുക്കുള്ളതുകൊണ്ട് ഇമ്മേച്യൂർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബാക്കി ക്യാരക്ടർ വൈസ് കുറച്ച് മുടിയൊക്കെ വെട്ടി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അഭിനയിക്കാൻ നേരത്ത് ഡയറക്ടറിന്റെ ഒരു കഴിവ്, പുള്ളി നല്ല രീതിയിൽ നമ്മൾ ഡയറക്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പുള്ളി കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്ത് തന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഓബിയസ്ലി പുള്ളിയുടെ കൂടെയായിരുന്നു, അലോങ് സൈഡ് ഇന്ദ്രൻ ചേട്ടന്റെ കൂടെയായിരുന്നു ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തത്. അപ്പൊ അത് കാരണം എന്ത് ചെയ്താലും മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഏട്ടൻ പറഞ്ഞു. ഓൾറെഡി ഇപ്പം ഈ ഒരു മൂവിയുടെ ഡയറക്ടർ ആൻഡ് റൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരുപാട് ഡ്രാമ ഡയറക്ട് ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ രാജേഷ് ചേട്ടനായാലും അതുപോലെ തന്നെ ഹേമന്ത് ചേട്ടനൊക്കെ ആയാലും. അപ്പോൾ ആ ഒരു ഡ്രാമ ഫീൽഡിലുള്ള എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെയാണ് അവർ ഈ ഒരു അവരുടെയും ഫസ്റ്റ് മൂവി എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്തുന്നത്. ഒപ്പം അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളും ഈ ഒരു മൂവിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെയൊക്കെ ആക്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓൺസെറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ബേസിക്കലി ഇവരുടെ കൂടെ ഡ്രാമയായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ സെറ്റിൽ എല്ലാവരും പറഞ്ഞുള്ള അറിവുള്ളൂ. അപ്പൊ രാജേട്ടൻ, ഹേമന്തേട്ടനാണെങ്കിലും രാജേട്ടൻ എസ്പെഷ്യലി ഈസ് എ വെരി സ്ട്രിക്ട് ഡയറക്ടർ ഡ്രാമയുടെ കേസിൽ. ഇപ്പൊ ഫിലിമിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഹി വാസ് ലീനിയന്റ്. എന്റെ അടുത്തായിട്ട് കുറച്ചും കൂടി ഒന്ന് സമാധാനപരമായിട്ട് സംസാരിക്കുമെങ്കിലും ബാക്കി പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഡ്രാമയിൽ. അവരെ തന്നെ ഫിലിമിലും വർക്ക് ചെയ്ത്. അപ്പൊ അവരുടെ അടുത്ത്
ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോ ഇപ്പൊ ഇതിന്റെ രണ്ടിനെ ഡിഫറൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും ആണെങ്കിലും ആക്ടിംഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും, ആക്ടേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു ട്രാൻസിഷൻ. വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ആക്ട് ചെയ്യാൻ നേരത്തെ എനിക്കും ഭയങ്കര ഇഷ്യൂസ് തോന്നിയില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മിക്സ് ഓഫ് കോമഡി, ഡ്രാമ, സസ്പെൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും പാർട്ട് ആവാനായിട്ട് റിച്ചു എന്ന ക്യാരക്ടറിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ആസ് എ പാർട്ട് ഓഫ് ദിസ് മൂവി ഇതിൽ ഏത് കാര്യമായിരുന്നു ഏറ്റവും മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് തോന്നിയത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കഥാപാത്രം ഒരു ഫസ്റ്റ് കഥാപാത്രം ആയതുകൊണ്ട് കോമഡി എലമെന്റ്സ് ആക്ച്വലി ആ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഇമോഷൻ സാഡ്നെസ് ആണ്. ഡിപ്രസ്ഡ് സാഡ്നെസ്, ക്രൈയിങ്, ആ ഒരു സൈഡ് ഓഫ് ക്യാരക്ടറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെറ്റ് 24 മണിക്കൂർ കരയാന്ന് പറഞ്ഞ ഒരു പ്രയാസമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് വേണം ഞാൻ വരാൻ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് 24 മണിക്കൂർ ഗ്ലിസറിൻ എടുത്ത് മുഖത്തേക്ക് കളിക്കാനല്ലാണ്ട് പറ്റിയില്ല. അതായിരുന്നു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ആ ഒരു സെറ്റിൽ ഏറ്റവും എന്റർടൈനർ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ആരായിരുന്നു? അത് ഇന്ദ്രൻ ചേട്ടൻ, അതിന് ഡൗട്ടൊന്നുമില്ല. ഇന്ദ്രൻ ചേട്ടൻ തന്നെയായിരുന്നു. പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. പുള്ളിയുടെ മാനറിസംസ്, സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഷൂട്ട് ചെയ്യാത്ത സമയത്താണെങ്കിൽ പുള്ളി എന്താ പറയാ, ഏട്ടന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏട്ടൻ നേരത്തെ വന്നു. ഏട്ടൻ നേരത്തെ വന്നു കഴിയുമ്പോ പുള്ളി നൈസായിട്ട് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഏട്ടൻ പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓട്ടോ ഓടിക്കുന്ന ആൾക്കും അറിയാൻ പാടില്ല ഇത് ഇന്ദ്രൻ ചേട്ടനാണെന്ന്. ഇനി ഞങ്ങൾ തിരിച്ചു വിളിക്കാനായിട്ട് വണ്ടി വിട്ട് കഴിഞ്ഞപ്പോ പുള്ളി അവിടെ നിന്ന് ഓട്ടോ കയറി തിരിച്ച് സെറ്റിലേക്ക് എത്തി. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഈ വാസ് ദ മോസ്റ്റ് എന്റർടൈനിങ്. പിന്നെ ബിജു ജയനന്ദൻ ചേട്ടനും ഉണ്ട്, എന്റെ കൂടെ എന്റെ അങ്കിളായിട്ട് അഭിനയിച്ച ആള്. പുള്ളി നല്ല എന്റർടൈനിങ് ആയിരുന്നു. പുള്ളി വാതോരാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നോൺ സ്റ്റോപ്പ് എന്റർടൈനർ ആണ്. ഈ ഒരു മൂവിനെ പറ്റി നമ്മൾ വീണ്ടും പറയുമ്പോഴത്തേക്കും ആദ്യത്തെ മൂവിയാണ്. അപ്പം കുഞ്ഞുനാൾ തൊട്ടേ ആക്ടിങ് ഒരു ആഗ്രഹമായിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ ഒരു മൂവി OTT-ലും റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ബിഗ് സ്ക്രീനിലും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിലിം കാണാൻ പോയത് എന്റെ കസിനും എന്റെ നെയ്ബേഴ്സും ആയിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡയറക്റ്റ് റെസ്പോണ്ട് കിട്ടാൻ പറഞ്ഞത്. അവര് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞ്, ഞാൻ നിന്നെ ഇതുപോലെ നേരിട്ട് കാണാത്തത് കൊണ്ടായിരിക്കും എനിക്ക് എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്റെ ഫ്രണ്ട്സും എന്റെ ബാംഗ്ലൂരിലെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് കണ്ടിട്ട് പോയി. ഇപ്പൊ അവര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ നല്ല രസമുണ്ട്. അവർക്ക് എന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അറിയുള്ളൂ. വളരെ എന്റർടൈനിങ് ആണ്, രസമുണ്ടായിരുന്നു. പിന്നെ നീ ഇത്രയ്ക്കും കരയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ. പിന്നെ എന്റെ ചേച്ചിയുടെ മോള് കണ്ടു, അതായത് എന്റെ കസിൻ സിസ്റ്ററിന്റെ കുട്ടിയുണ്ട്. അപ്പൊ അവള് പോയി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നല്ല കരച്ചില്ല, നോൺ സ്റ്റോപ്പ് കരച്ചില്ല തിയേറ്ററിൽ കയറിയത്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ നല്ല വഴക്ക് പറഞ്ഞത്. എനിക്ക് ആകെ കുറച്ച് ചാച്ചന്മാരും മാവന്മാരും ഉള്ളൂ, നിങ്ങൾ ഇതിന് ഇങ്ങനത്തെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും അഭിനയിക്കരുത് എന്ന് പറയാം. അതിന്റെ ഒരു ജസ്റ്റ് വളരെ ഡിപ്രസിംഗ് ആയിട്ടൊരു സാധനം കിട്ടും. പുള്ളിക്കാരി അത് കണ്ട് പേടിച്ചു പോയി. 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. അയ്യോ. ഓക്കെ, ശരിക്കും ഈ ഒരു മൂവി പോലെ തന്നെയാണല്ലേ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്? ഓ, വളരെ അൺറിയൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു ഫൺ സെഗ്മെന്റ്, ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് പോകാനുള്ള സമയമായിരിക്കാണ് കേട്ടോ. റെഡിയാണോ? ആയിക്കോട്ടെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൊണേനെ ഇങ്ങനെ എടുത്തു. നൊണയിലെ സ്പെല്ലിംഗ് NONA. ഇതില് 4 ലെറ്റേഴ്സിലും ഓരോ ടാസ്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ N-ല് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് നെയിം ഇറ്റ് ഫാസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ നെയിം എനി 3 മലയാളം മിസ്റ്ററി ഫിലിംസ് അതർ ദാൻ നൊണ. എനി 3 മലയാളം മൂവീസ് അതർ ദാൻ നൊണ. മലയാളം മിസ്റ്ററി ഫിലിംസ്. മലയാളം മിസ്റ്ററി ഫിലിംസ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ചുമ്മാ മലയാളം സിനിമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഇത് നമ്മൾ കുറച്ച് ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ളതാണ്. ടൈം എത്രയാന്ന് 5 സെക്കൻഡ്. ടിക് ടിക്. ഇവിടെ മണിക്കുട്ടി ഓടി തുടങ്ങി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, രേഖാചിത്രം ഒരു മിസ്റ്ററി മൂവിയാണ് നമുക്ക് പറയാം. അതുപോലെ ഒരു 3 എണ്ണം പെട്ടെന്ന് ടക്ക് ടക്ക് ടക്ക്. കൂമൻ. ഓക്കെ, എലവിഴ പൂഞ്ചിറ. 21 grams. ഗൂഗിൾ ചെയ്തല്ലേ? അല്ല, അത് ഈ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് കാണണമെന്നും പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ആ ടാസ്ക് നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഓയ്ക്ക് വേണ്ടിയിട്ട് 1 വേർഡ് ആണ്. ഞാൻ കുറച്ച് പേരുകളോ അല്ലെങ്കിൽ ഇൻസിഡന്റ് ഒക്കെ പറയും. അതിൽ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു അക്ഷരത്തിൽ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അത്ര ഒരു വാക്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇതിന് ഞാൻ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അതെ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഏറ്റവും ആദ്യം എന്താണോ മനസ്സിലെത്തണേ അത് പറയണം.
ഓക്കെ, ഫസ്റ്റ് സിനിമ. മോഹൻലാൽ. ഓക്കെ, മോഹൻലാൽ ഫാനാ? ഏതൊക്കെ അപ്പൊ എന്നിട്ട് ആദ്യമേ പറഞ്ഞത് സുരേഷ് ഗോപിയാന്ന്. അത് ചെറുപ്പത്തിലല്ലേ? ഓഹോ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണോ ഇത്? പിന്നെ നമ്മളിപ്പോ ഇന്ത്യയുടെ പ്രസിഡന്റ് എപ്പോഴും മാറുന്നില്ലല്ലോ, ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോ മാറുന്നില്ലേ, അതുപോലെ. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് ഡയറക്ടർ രാജേഷ് ഇരുള. 2 വെള്ളി നക്ഷത്രങ്ങൾ. രണ്ട് വെള്ളി നക്ഷത്രങ്ങൾ. വെള്ളി നക്ഷത്രങ്ങൾ. 2 വെള്ളി നക്ഷത്രങ്ങൾ. ഓക്കെ, ഇനി ഇന്ദ്രൻ സേട്ടൻ. ഹോം. ഓക്കെ. റിച്ചു ഡിസൈനർ. ഓക്കെ, ജേക്കബ് ഉദു. അപ്പയാന്ന് പറയല്ലേ, എന്തുവാ ഇത്? ഓക്കെ, ഇതിൽ കുറച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ട്. അപ്പ വേഴ്സസ് പ്രൊഡ്യൂസർ ആയിട്ട്. അപ്പനെ വീട്ടിൽ എപ്പോഴും കാണുന്നു ആൻഡ് പിന്നെ സെറ്റിൽ വന്നപ്പോ പ്രൊഡ്യൂസർ ആയിട്ട് കണ്ടു. അപ്പൊ ഇതിനെ വെച്ചൊരു എക്സ്പ്ലനേഷനും കൂടി താ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഞാൻ ജേക്കബ് ഉദു എന്ന് ചോദിക്കുമ്പോ ഫാദർ എന്ന് പറയുന്നു. രണ്ടിനും എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പപ്പേനെ വീട്ടിൽ കാണുന്നതും സെറ്റിൽ കാണുന്നതും ഏകദേശം എനിക്ക് സെയിം ആയിരുന്നു. കാരണം 2ലും എന്റെ പ്രൊഡക്ഷൻ മാനേജർ അപ്പൻ തന്നെ ആയിരുന്നുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ആള് ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് കാരണം പുള്ളി ഇങ്ങനെ ജോലിയായിട്ട് സെറ്റിൽ വരും, ആൾക്കാരൊക്കെ കാണും, സംസാരിക്കും, എല്ലാരും ചായയൊക്കെ കുടിച്ചോ നോക്കും, എല്ലാരും ഹാപ്പി ആണോ നോക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കും, തിരിച്ചു പോകും. ഇതേ സെയിം ക്യാരക്ടറാണ് എന്റെ വീട്ടിലുണ്ടാവുക. വീട്ടിൽ വരും, ജോലി കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഓക്കെ ആണോ നോക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കും, വല്ല ഫുഡ് കഴിക്കാനുണ്ടോ നോക്കും, ഫുഡ് മേടിക്കണോ നോക്കും. അപ്പൊ സെയിം ആണ്, എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഐ വാസ് ഫാദർ ഇൻ ബോത്ത് വേൾഡ്. വാവ്, അത് കൊള്ളാം. ആ ഒരു എക്സ്പ്ലനേഷൻ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നമ്മൾ എന്നും ഓയും കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്തൊരു എൻ വരുന്നുണ്ടല്ലോ. അതില് ഒരു നെവർ എവർ മൊമെന്റ് ഓൺ സെറ്റ് പറ. നെവർ എവർ മൊമെന്റ് ഓൺ സെറ്റ്, അതായത് ഭയങ്കര യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് പൊക്കിക്കൊണ്ടുപോയത്. അതിന്റെ കഥ പറ. സെറ്റില് അതിനകത്ത് ഫിലിമിൽ ഒരു ഷൂട്ട് ഉണ്ട്. മിഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റർവെല്ലൊക്കെ ആവുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫൈറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫൈറ്റ് സീനിൽ ആക്ച്വലി ഇന്ദ്രൻ ചേട്ടനെ ഞാൻ അപ്പനാണല്ലോ, എന്റെ കഥാപാത്രത്തിന്റെ അപ്പനാണ് അതിനകത്ത്. അപ്പൊ ഇന്ദ്രൻ ചേട്ടനെ ഞാൻ പിടിച്ചു മാറ്റി വെക്കണം. അപ്പൊ പിടിച്ചു മാറ്റി വെക്കാനായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തപ്പോ എനിക്ക് ഇന്ദ്രൻ ചേട്ടനേക്കാൾ ഇച്ചിരി കൂടി പൊക്കമുള്ളതുകൊണ്ട് ഞാൻ ഇന്ദ്രൻ ചേട്ടനെ ഇങ്ങനെ വട്ടം പിടിക്കുമ്പോ ഇന്ദ്രൻ ചേട്ടന്റെ ഹൈറ്റ് വരാനായിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് കാലകത്ത് വെച്ചു. കാലകത്ത് വെച്ചിട്ട് ചേട്ടനെ അവളെ ഇപ്പുറത്തേട്ട് ഒന്ന് തള്ളി മാറ്റിയാൽ മതി. കാലകത്ത് വെച്ചിട്ട് അറിയാണ്ട് ഞാൻ ഒരു കാല് പൊക്കി കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ചേട്ടന്റെ എയറിൽ ഞാൻ കെട്ടിപ്പിടിച്ച് നിൽക്കുവായിരുന്നു. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആർക്കും ഒന്നും പറ്റിയില്ല. ഇന്ദ്രൻ ചേട്ടന് ഇവനിപ്പോ എന്ത് തേങ്ങ കാണിക്കുന്നത് പോലെ ഇന്ദ്രൻ ചേട്ടൻ കുറച്ച് സ്റ്റക്കായി, ആള് സീസായി മൊമെന്റില്. അവിടെ ഉണ്ടായിരുന്ന കാസ്റ്റ് ഞാൻ നോക്കുമ്പോ ക്യാമറമാനെ പിന്നെ ക്യാമറയിൽ കാണുന്നില്ല, ആള് താഴെ ഇരുന്ന് ചിരിക്കുക. ബാക്കി ഒരാള് സെറ്റിലുള്ള ഫുൾ എന്താ പറയാ കൊറിയോഗ്രാഫി ഒക്കെ പോയി. പിന്നെ എല്ലാരും ചിരി മാത്രമുണ്ട്, ആൾക്കാർ ഉൾപ്പെടെ. അതാണ് ഒരു നെവർ മൊമെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോഴത്തെ ഒരു അടിപൊളി മൊമെന്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൊണ മൂവിനെ പറ്റി ആലോചിക്കുമ്പോ ആദ്യം ഇതായിരിക്കും അല്ലേ വരുന്നത് മനസ്സിലേക്ക്? അതെ അതെ, ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം സെഗ്മെന്റിലെ ലാസ്റ്റ് ടാസ്കിലേക്ക് കൂടി നമ്മൾ പോവാണ്. ഒരു അക്ഷരം കൂടി ബാക്കിയുണ്ട്, എ. ഒരു അക്ഷരം കൂടി ബാക്കിയില്ലേ, എ. ഓക്കെ, അതില് ചോദിക്കാനുള്ളത് എ മൂവി ലൈൻ യു റാൻഡംലി സേ ഇൻ റിയൽ ലൈഫ്. എടാ മോനെ, ഇതാണോ പറയുന്നത്? ഇതാണോ പറയാറ്? എടാ മോനെ എല്ലാരോടും പറയും. ഏറ്റവും കൂടുതൽ റാൻഡം ആയിട്ട് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ, എടാ മോനെ എന്നല്ലേ. ഓക്കെ, അപ്പൊ എടാ മോനെ കൊള്ളാം. എന്തായാലും നമ്മുടെ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ രാജേഷ് ചേട്ടനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് നുണ എന്നാണ് പറയാറുള്ളത്, എന്തുകൊണ്ടാണ് ഇതിന് നൊണ എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നതെന്ന്? ആക്ച്വലി അത് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്ന സംഭവമാണല്ലോ, അപ്പം ടൈറ്റിൽ പറയുമ്പോഴത്തേക്കും നോണ. നമ്മൾ പ്രത്യേകിച്ച് ടൈറ്റിൽ എഴുതാൻ നേരത്തെ കറക്റ്റ് മലയാളം വന്നെന്ന് എല്ലാ ഫിലിമിലും നമ്മൾ ആലോചിക്കുന്നുണ്ട്. നോക്കി കഴിയുമ്പോഴത്തേക്കും നോണ. ഓക്കെ, അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ നുണയല്ലേ? നുണയല്ല, നോണ. അതെന്താ അങ്ങനെ വരാൻ കാരണം? അപ്പൊ ചേട്ടൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ ഒരു നാട്ടുകാരും ഒരു കാട്ടുവാസിയും തമ്മിലുള്ള ഒരു സംഭവമാണ്, കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ വളരെ കൊളോക്കിയൽ ആയിട്ട് പറയാനായിട്ടാണ് ഈ നോണ എന്ന് പറയുന്നത്. നമ്മൾ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനേക്കാളും കുറച്ചും കൂടി വളരെ കൊളോക്കിയൽ ആയിട്ട് നാട്ടുകാരും എന്താ പറയാ ആദിവാസികളും ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയിൽ അങ്ങ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ടൈറ്റിലേക്ക് എത്തിയത്. അപ്കമിംഗ് പ്രോജക്ട്സിനെ പറ്റിയൊക്കെ പറയാം, എന്താണ് പരിപാടികളൊക്കെ വരാനായിട്ടുള്ളത്? അപ്കമിംഗ് ആയിട്ട് ആക്ച്വലി ഞാൻ രണ്ടാമതൊരു ഫിലിം കൂടി ചെയ്തായിരുന്നു, സുബിനോ ബൗണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന്റെ ഫിലിം റിലീസ് ആവാറായിട്ടുണ്ട്. അപ്പൊ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പ്രതീക്ഷിക്കുന്നു. അടുത്ത മാസം ഈ മാസം എൻഡ് ആകുമ്പോഴത്തേക്ക് അത് പ്രതീക്ഷിക്കുന്നു. ഒരു അവാർഡ് ബേസ്ഡ് മൂവിയാണ്. അപ്പൊ അതിനകത്ത് വളരെ എന്താ പറയാ സെൻട്രൽ കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്യാരക്ടർ ഫിഗർ ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഓഗസ്റ്റ്
ഓഗസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫിലിം നമ്മൾ ഇപ്പോ ഓൾറെഡി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമാണ് വെച്ചേക്കുന്നത്. പേരും കഥകളും ഒന്നും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. അത് ആദ്യം ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ആകട്ടെ. അപ്പൊ അതിന്റെ ഓരോ പണിപ്പുറയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതൊക്കെയാണ് ഇപ്പൊ എന്റെ ഒരു ഇത്. പിന്നെ കാസ്റ്റിംഗ് കോൾ ഓബിയസ്ലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ബേസിക്കലി റിച്ചുവിന്റെ ക്യാരക്ടറിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഈ പറയുന്ന ഗോഡ്വിൻ ആരാണ്? ഗോഡ്വിൻ എന്ത് ചെയ്യുന്നു? ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു എന്താ പറയാ, ഞാൻ ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ. ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പല രീതിയിലാണ് ആലോചിക്കുക. ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ മെയിൻലി വർക്ക് ചെയ്യുന്നത് ആഡ്, ബ്രാൻഡിങ്, ലോഗോ ഡിസൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് എനിക്ക് ചെറുതായിട്ട് പാട്ട് പാടാനറിയാം, അത്യാവശ്യം ഡാൻസ് കളിക്കാൻ അറിയാം. പിന്നെ ഫിലിമിന് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പതിയെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഈ കുറച്ച് കാലമായിട്ട് 2 വർഷമൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റിങ്ങും ഡയറക്ടിങ്ങും അസിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മൊത്തത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്, ഞാൻ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ. അതെ, കുമ്പിടി. ഓക്കെ, ഇനി നമ്മള് അപ്പ ജേക്കബ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പ എഴുതുന്ന ആളാണെന്ന് നമുക്കറിയാം. ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ റീസെന്റ് ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അപ്പയുടെ എഴുത്തും അപ്പയുടെ കഥകളും ഒക്കെ ഗോഡ്വിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അപ്പയുടെ കഥകൾ ആക്ച്വലി നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പൊ എന്നോട് ഫിലിമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം എന്ന് ചോദിക്കുമ്പോ ലാലേട്ടൻ എന്ന് ഇങ്ങനെ പറയുമെങ്കിലും എനിക്ക് അതിനും ഉപരി എനിക്ക് ഇഷ്ടമാണ് എന്റെ ഫാദറിന്റെ ആക്ടിങ്. പപ്പ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഡ്രാമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഭിനയിക്കുന്നതാണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും കഥ പറയുന്നതാണെങ്കിലും വളരെ രസമാണ് പപ്പയുടെ ഒരു വേ ഓഫ് അപ്രോച്ച്. അപ്പം പുള്ളിയുടെ ഇപ്പൊ ഈ ഇടയ്ക്ക് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ഉതുപ്പാൻ കോട്ട, ദ കിങ്ഡം ഓഫ് ലവ്. അപ്പം അതിനകത്ത് ഒരു ഫിക്ഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂലി ഫിക്ഷണൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു റിയൽ ലൈഫ് ബേസ്ഡ് സ്റ്റോറിയാണ്. അതിനകത്ത് സ്റ്റാർട്ട് ടു എൻഡ് വായിക്കുന്ന എല്ലാവരും എന്നോട് പറഞ്ഞ ഒരേ ഒരു സംഭവമുള്ളൂ. ഒരു കഥ വായിക്കുമ്പോൾ സാധാരണ നമ്മളൊരു നറേഷൻ ഒരാൾ പെർസ്പെക്റ്റീവിലേക്കൂടെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് പോവുക. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു നടന്നത്, അവിടെ ഇലയ്ക്ക് പച്ചയായിരുന്നു ചുമലയായിരുന്നു നിറം എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഒരു വേൾഡ് ആയതുകൊണ്ട് നമ്മളത് വായിക്കുമ്പോൾ കഥാപാത്രങ്ങളെ മാത്രമല്ല ആ കഥയിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പുള്ളി അതുപോലെ എക്സ്പ്രസീവ് ആണ് പുള്ളിയുടെ വർക്കില്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഫാദറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുക. വളരെ ഹീസ് എ വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ് എന്ന് വേണം പറയാൻ എല്ലാ രീതിയിലും. ആൻഡ് ഈ മൂവിയുടെ റൈറ്റർ ഹേമന്തേട്ടനെ പറ്റി എന്താണ് പറയാനായിട്ടുള്ളത്? ബേസിക്കലി ഹേമന്തേട്ടൻ ഭയങ്കര നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരാളാണ്. കുറെ നമ്മളോട് സംസാരിച്ച് രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മൂവി സെറ്റിലും ഹേമന്തേട്ടൻ ആസ് എ റൈറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളോടൊക്കെ? ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ ഹേമന്തേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഹേമന്തേട്ടൻ സെറ്റിൽ കണ്ടിട്ടില്ല. ഹേമന്തേട്ടൻ 24 മണിക്കൂർ റൈറ്റിംഗിൽ തന്നെ ആയിരിക്കും. പുള്ളി കമ്മിറ്റഡ് ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർക്കിന് പുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് തീരാണ്ട് പുള്ളി അവിടെ എണീക്കൂല. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹേമന്തേട്ടന് കുറച്ച് പാടാ. പുള്ളി പെട്ടെന്ന് എന്താ പറയാ പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു പോകും. അപ്പൊ ചിന്തിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിൽ കൂട്ടിയിട്ട് കഴിഞ്ഞ പുള്ളിക്ക് അത്ര സന്തോഷം. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പൊ സെറ്റില് ഞാൻ ആക്ച്വലി ഹേമന്തേട്ടൻ ഇങ്ങനെ ഉണ്ട്, ഹേമന്തേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിലും ആളെ ഞാൻ നേരിട്ട് കാണുന്നത് മറ്റേ പാക്കപ്പിന് സമയം ആവാറായപ്പോഴാണ് ഞാൻ കാണുന്നത്. അതുവരെ പുള്ളി പണിപ്പുരയിലായിരുന്നു. പുള്ളി വളരെ സട്ടിൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഭയങ്കര കൈൻഡ് ആയിട്ട് സട്ടിൽ ആയിട്ട് ഭയങ്കര എന്താ പറയാ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് എന്നാൽ നല്ലോണം സംസാരിക്കുന്ന ഒരു കഥാപാത്രം. ഈ ഒരു നൊണ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റർ ഇട്ട സമയത്ത് ക്രൂ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഗോഡ്വിൻ പ്ലേസ് റിച്ചു ഇൻ നൊണ. റിച്ചു ഇസ് എ സ്കൂൾ ഗോയിങ് എനർജറ്റിക് ടീനേജർ ഹു ഇസ് ഗുഡ് നേച്ചേർഡ് ആൻഡ് ഹൈ മോറൽ വാല്യൂസ്. ഈ ഒരു കാര്യവും ആൻഡ് ദ റിയൽ ഗോഡ്വിനും തമ്മിൽ എത്രത്തോളം സാമീപ്യമുണ്ട്? കഥാപാത്രം എപ്പോഴും കഥാപാത്രമാണല്ലോ. ഓക്കെ, കഥാപാത്രം അവിടെ നിൽക്കട്ടെ. ഇതും ഗോഡ്വിനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഏറെക്കുറെ അതേപോലത്തെ ഒരു ഇതാണ്. ഈസ് ഗുഡ് നേച്ചേർഡ് ആൻഡ് ഹാസ് ഹൈ മോറൽ വാല്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ അങ്ങനെ തന്നെയാ. അതെ, സമ്മതിച്ചിരിക്കുന്നു. ഞാനിതിൽ നുണയൊന്നും പറയുന്നില്ല, ഇത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ്. ഞാൻ സമ്മതിച്ചു, ഞാൻ അങ്ങനെയാണ്. ഞാൻ വളരെ മോറലായിട്ട് ഞാൻ എല്ലാരും നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് കൂടി ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് എന്തായിരുന്നു, ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് പോയപ്പോ വണ്ടി ഓടിച്ചു പോരുകയാണ്. അപ്പൊ റോഡില് ഒരു കുഴി ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിൽ ഒരു കാറുണ്ട്, ഞാനിത് കാണുന്നില്ല. ഞാനത് ചാടിക്കഴിഞ്ഞ് എന്റെ ഇൻഡിക്കേറ്റർ അടിച്ചു പോയി. എന്റെ ഫ്രസ്ട്രേഷനിൽ ഞാൻ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിനത്ര റീച്ച് ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, സാധനം ഫിക്സ് ആയി, റോഡ് ഫിക്സ് ആയി. 2-3 മാസമായിട്ട് ഫിക്സ് ആവാത്ത റോഡ് പെട്ടെന്ന് ഫിക്സ് ആയി. ഞാനപ്പോ അതിനെ കുറിച്ചും എടുത്ത് പോസ്റ്റ് ഇട്ടു. ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കണം എന്നില്ല, പക്ഷെ എന്നാലും ഒട്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ആൾക്കാര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇൻഫ്ലുവൻസർ ആയി ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ വൈബ് ഞാനിവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ചേട്ടൻ പെറ്റീഷൻ കൊടുത്തിട്ട് റെഡിയാക്കിയതായിരിക്കും എന്നുള്ള കാര്യമില്ല. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മീ എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലേ. അതെ ഞാൻ സംഭവമാണ്. അപ്പൊ ഗോഡ്വിൻ, ഫൈനലി ഇപ്പൊ യങ് ഡ്രീമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ ഒരു മൂവി വേൾഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ. ഇപ്പൊ ഗോഡ്വിൻ ആണെങ്കിലും ഈ ഒരു ബിഗിനിങ് സ്റ്റേജിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും സ്ട്രഗിൾസും എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് ഗോഡ്വിൻ. അപ്പോൾ എന്താണ് ആ ഒരു യങ് ആസ്പയറിംഗ് ആക്ടേഴ്സിനോട് പറയാനായിട്ടുള്ളത്? ബെസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും എവിടെയെങ്കിലും എത്തുന്നവരെ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇപ്പൊ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ ആൾക്കാർ നമ്മളോട് ചോദിക്കും ജോബ് എന്തിനെ ക്വിറ്റ് ചെയ്ത്, ഒരു ജോബും കൂടി എടുക്കാൻ പാടില്ല. അതേസമയം ജോബിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചോദിക്കും എന്തിനാ ജോബ് എടുക്കുന്നത്, ആക്ടിംഗ് അല്ലേ വേണ്ട, അതുകൊണ്ട് അത് ക്വിറ്റ് ചെയ്യണ്ടേ. അപ്പൊ എപ്പോഴും നമ്മളൊരു 2 സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടൊരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോകത്തിനെ മൊത്തം എന്താ പറയാ, നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പോലെ ആവും അവരുടെ പെർസ്പെക്റ്റീവില്. പക്ഷെ അത് മൈൻഡ് ചെയ്യാണ്ട് എന്താണോ ടാർഗറ്റ് അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ അത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. എന്നാലാണ് ആക്ടിങ്ങിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ തലയെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാണ്ട് ഈ ഇടയ്ക്ക് നടന്ന ഒരു ഇൻസിഡന്റും കൂടി, റിയൽ ലൈഫ് ബേസ്ഡ് ഇൻസിഡന്റും കൂടി ഞാൻ പറയാം. അപ്പോ നമ്മൾ ഫിലിമിലെ കാസ്റ്റിംഗ് ചെയ്യാൻ നേരത്ത് ആൾക്കാരെല്ലാവരും കൂടി വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോഴേ നമ്മളെ ഒരു പ്രോമിസിങ് എന്നുള്ള രീതിയിൽ 2-3 മാസം കോൺടാക്ട് ചെയ്ത് ഫിലിമിൽ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളെ അട്രാക്ട് ചെയ്യിക്കും. ഇത് അട്രാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു 1500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മേടിക്കും. നമ്മളത് വിശ്വസിച്ച് കൊടുക്കും. അപ്പൊ അത് വിശ്വസിച്ച് 1500 രൂപ എന്റെ കയ്യിൽ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ ആ തമിഴ് പടം എന്താണ്, പ്രദീപ് രംഗനാഥ് എന്ന് പറയുന്ന ഡയറക്ടർ ആയിരുന്നു നമ്മുടെ ലവ് ടുഡേയിലൊക്കെ ആക്ടർ ഡ്രാഗൻ. അപ്പൊ പുതിയ ഫിലിം ആണെന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 1 ഇയറോളം ഞാൻ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നോക്കിയപ്പോ അവരെന്നെ നൈസായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പക്ഷെ അവര് അതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത വേറെ കുറച്ച് കാസ്റ്റിംഗ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ 9,000, 8,000, 60,000 രൂപയൊക്കെ മേടിച്ച് ഒരു സ്റ്റോറിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഞാനിപ്പോ അതിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. ഈവൻ ദോ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്, ഐ എം ട്രൈങ് ടു ഹെൽപ്പ് ദീസ് പീപ്പിൾ ഔട്ട്. കാരണം ഇല്ലെങ്കിൽ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യും. ഇത് 1 വർഷമായിട്ട് ഇത് നിർത്തുന്നില്ലെങ്കിൽ ഇത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ തമിഴ്നാട് ഡയറക്ടേഴ്സ് അസോസിയേഷൻ വിളിച്ചു ചോദിച്ചപ്പോ അങ്ങനത്തെ ഒരാൾ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫേക്ക് സാധനങ്ങളും ഉണ്ട്. ഫേക്ക് ഏതാണ് റിയൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ മെന്റൽ ഫോർട്ടിറ്റ്യൂഡ് ഉണ്ടാവുക. ഇത് ഒരു ഹാർഡ്ഷിപ്പ് ആണ്. സ്പോട്ടിലേക്ക് കിട്ടുന്നവരെ ഇത് ഇങ്ങനെ തന്നെ പോകും. പല ആൾക്കാരും പല ഡയലോഗ് കഴിഞ്ഞു. ഓരോ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും ബന്ധക്കാരും ഒക്കെ വന്നിട്ട് പറയും അവര് ചെയ്തവരോട് നീ ചെയ്ത സിനിമ പൊളിച്ചടിക്കല് എന്നൊക്കെ ഡയലോഗ് വരും. മൈൻഡ് ചെയ്യണ്ട, നേരെ പുഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗോഡ്വിൻ, ഇത്രയും കൂടെ നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും. ആൻഡ് ഇറ്റ് വാസ് സോ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. വി കാൻ വെയിറ്റ് ടു സീ മോർ ഓഫ് യുവർ മാജിക് ഓൺ സ്ക്രീൻ. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി സക്സസ് അഹെഡ്. താങ്ക് യു. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.